സുഹായ് മക്കളെ ഏക്കെയാണ്. നമുക്കേ കുറേ കാലമായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ളിൽ തോന്നും ഇന്ന ചോദ്യങ്ങൾ എക്സാമിന് ഉറപ്പാണ്, ഇത് ഉറപ്പായിട്ട് ചോദിക്കും, ഇത് ഉറപ്പായിട്ട് മക്കൾ പഠിക്കണമെന്ന്. ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വരും. അതെന്താണെന്നറിയോ? കുറേ വർഷമായല്ലോ ഈ ഒരു രംഗത്ത് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കണോ. അപ്പം നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കുറേ ചോദ്യങ്ങളൊക്കെ. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്യണേ, നാളെ നമ്മുടെ ലൈവ് ഉണ്ട്. കൃത്യം 7 മണിക്കാണ് 10ാം ക്ലാസ്സിന് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, കാന്തിക ഫലം. അടിപൊളി പഠിക്കേണ്ടതുണ്ട്. കൃത്യം 7 മണിക്ക് എല്ലാവരും വരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണേ? സെറ്റാണേ? നമുക്ക് തുടങ്ങാം. ഞാൻ നാളത്തെ ലൈവിൻ്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇവിടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എ കണ്ടക്ടർ എ ബി ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് as shown in the figure. If an electric current passes from B to A ആണ് അല്ലേ, B to A ആണ്, then in which direction the conductor will move എന്നാണ് ക്വസ്റ്റ്യൻ. അത് ഇൻവേർഡ് ഉള്ളിലേക്കാണോ അല്ലെങ്കിൽ ഔട്ട്വേർഡ് പുറത്തേക്കാണോ എന്നാണ് ക്വസ്റ്റ്യൻ. മലയാളം പഠിക്കാൻ നോക്കുക. വൈദ്യുതി പ്രവഹിക്കുന്ന എ പി എന്ന ചാലകം ഒരു കാന്തിക മണ്ഡലത്തിൽ വച്ചിരിക്കുന്നു. ചിത്രം പരിശോധിച്ച് ചാലകത്തിന്റെ ചലനം എങ്ങോട്ടേക്കാണെന്ന് കണ്ടെത്തണം. വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ആദ്യം ഉള്ളിലേക്ക് വരേണ്ടത് ഇത് ഏത് റൂളാണെന്നാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ വൈദ്യുത പ്രവാഹ ദിശയും ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് അവിടെ ഒരു റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ മൂവ്മെന്റ് ഓഫ് ദ കണ്ടക്ടർ അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങോട്ടേക്കാണ് ചാലകൻ ചലിക്കാൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഉപയോഗിക്കേണ്ട റൂള് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഏത് റൂളാണ്? ഇടതു കൈ നിയമമാണ്. ലെഫ്റ്റ് ഹാൻഡ്. അതെന്താ അങ്ങനെ? ലെഫ്റ്റിൽ ഒരു എഫ് ഉണ്ട് മക്കളെ. ഈ എഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഫോഴ്സ്, ബലം. ബലത്തിന്റെ ദിശയിലാണ് ചാലകം സഞ്ചരിക്കുക. ചാലകത്തിന്റെ സഞ്ചാര ദിശ ഫോഴ്സ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? മൂവ്മെന്റ് ഓഫ് ദ കണ്ടക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ ഏതോ ഉപയോഗിക്കുന്നത്? ഇടത് കൈ നിയമം. ഇടത്തെ കൈ നിയമം എല്ലാവർക്കും അറിയാലോ. നിങ്ങളെ ഇടത് കൈയിന്റെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ എന്നിവ പരസ്പരം ലംബമായിട്ട് നിവർത്തണം. എല്ലാവരും നിവർത്ത് വേഗം. എൻ്റെ കൂടെ അങ്ങ് നിവർത്തിയോ? സെറ്റ് അല്ലേ? ശേഷം എന്ത് പഠിക്കേണ്ടത്? നമ്മൾ പഠിച്ചു ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ് ഫാദർ, മദർ, ചൈൽഡ് പഠിച്ചതല്ലേ. മദർ എന്ന് പറഞ്ഞാൽ ഫോർ ഫിംഗർ ആണ് അല്ലേ. ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ് മദർ, മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. ഇനി എന്താണ് തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇത് കണ്ടുപിടിക്കാനുള്ള ആളാ. തമ്പ് ഇൻഡിക്കേറ്റഡ് മൂവ്മെന്റ് ഓഫ് കണ്ടക്ടർ ആണ്. മിഡിൽ ഫിംഗർ എന്താണ്? വൈദ്യുത പ്രവാഹ ദിശ, ഡയറക്ഷൻ ഓഫ് കറന്റ്. ഫാദർ, മദർ, ചൈൽഡിന്റെ സി കറന്റ്. ഫാദർ ഫോഴ്സ്, മുകളിലേക്കാണ് ഫോഴ്സ് എങ്കിൽ ഇങ്ങനെ കാണിക്കും നമുക്ക്. അപ്പൊ നമ്മൾ എന്താ ചെയ്തു വെക്കേണ്ടത്? നമ്മുടെ വിരൽ ഇങ്ങനെ പിടിക്കുക. നമുക്ക് എന്തൊക്കെ അറിയാൻ നോക്കാം. ഞാൻ ഈ ഫിഗർ കുറച്ചുകൂടി വലുതാക്കി കാണിച്ചു തരാം. നോക്കൂ, ഈ ഫിഗർ പ്രകാരം എങ്ങോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ദാ നോർത്ത് നിന്ന് സൗത്തിലേക്ക് എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ്. അപ്പൊ ഇടത് കൈ നിയമപ്രകാരം, ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം വിച്ച് ഫിംഗർ ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? ഏതാണ് കാന്തിക മണ്ഡലത്തെ കാണിക്കുന്നത്? ഫോർ ഫിംഗർ ആണ്, ചൂണ്ടുവിരലാണ്. അപ്പോ മുകളിലേക്ക് പിടിക്കണ്ടേ? എല്ലാവരും പിടിക്കും. മുകളിൽ എങ്ങനെ പിടിച്ചോ? ക്ലിയർ? അതായത് ഇതൊരു യൂകാന്തമാണ്. അതിന്റെ നോർത്ത് ഇവിടെ, സൗത്ത് ഇവിടെ. അപ്പോൾ മുകളിലേക്കാണ് കാന്തിക മണ്ഡലം പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഈ ചാലകത്തിൽ നിന്ന് എവിടുന്ന് എങ്ങോട്ടേക്കാണ് വൈദ്യുതി വരുന്നത്? കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിയിൽ നിന്നും എയിലേക്കാണ്. നോക്കടാ, ഇതാണ് യൂകാന്തം എന്ന് വിചാരിക്കൂ, ഇതാണ് നമ്മുടെ ചാലകം എന്ന് വിചാരിക്കൂ. ഇങ്ങനെയല്ലേ ഉള്ളത്? അല്ല, ഇങ്ങനെയുള്ളത് അല്ലേ, സോറി, ഇങ്ങനെയല്ലേ ഉള്ളത്. അപ്പൊ യൂകാന്തം ഇവിടെ ഉണ്ട്, കണ്ടോ? അപ്പൊ ചാലകത്തിന്റെ എ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ദാ ഇത് പുറത്താണ്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പിടിച്ചേ. നിങ്ങളുടെ വലത് കൈ ഇങ്ങനെ പിടിക്കൂ. എന്നിട്ട് ഒരു ചാലകം ഇങ്ങനെ പിടിച്ചേ. എന്നിട്ട് പറ ഏത് സൈഡാ? എ എന്ന് പറഞ്ഞാൽ മുമ്പിൽ, ബി എന്ന് പറഞ്ഞാൽ പിറകിൽ അല്ലേ. നിങ്ങളെങ്ങനെ പിടിച്ചാലേ ഞാൻ പറഞ്ഞത് മനസ്സിലാവുള്ളൂ. ഒരു പേരെടുക്കിങ്ങനെ പിടിക്കുക. ഇതാ യൂകാന്താക്കി പിടിക്കുക. ജസ്റ്റ് ഇങ്ങനെ യൂകാന്തിൻ്റെ എന്തുണ്ട്? ഒരു ചാലകം ഉണ്ട്, ഒരു കണ്ടെന്ന് വിചാരിച്ചാൽ മതി. ദാ ബി ഉള്ളിലാണ്. ബോർഡിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എ പുറത്തേക്കല്ല. അപ്പൊ എ പുറത്ത്, ബി ഉള്ളിൽ. സെറ്റാണേ? ഇപ്പൊ ബിയിൽ നിന്ന് എയിലേക്ക് കറണ്ട് വരുന്നത്. ഇങ്ങനെയാ കറണ്ട് വരുന്നത്. കിട്ടിയോ?
അപ്പൊ നിങ്ങളെടുത്തുനിന്ന് മുമ്പോട്ടേക്കാണ് കറണ്ട് പോകുന്നത്. ഇപ്പൊ മനസ്സിലായോ? ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, കറണ്ട് ഡയറക്ഷൻ കിട്ടി. എങ്ങോട്ടേക്കാ? മുമ്പോട്ടേക്കാണ്. അപ്പൊ നമ്മൾ എങ്ങനെ കാണിക്കണം? നേരത്തെ പിടിച്ചപ്പോൾ തന്നെ ഫോർ ഫിംഗർ ഞാൻ മുകളിലേക്ക് പിടിക്കുന്നു, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ട് എങ്ങോട്ടേക്കാ? നിങ്ങളുടെ മുമ്പിലേക്കല്ലേ, ഏത് ബിയിലേക്കല്ലേ? കാണിക്കുന്ന ഫിംഗർ ഏതാണ്? ഏതാ? നടുവിരൽ. അപ്പൊ ഞാൻ പിടിച്ച കറക്റ്റ് അല്ലേ? എല്ലാരും ഇങ്ങനെ പിടിച്ചോ? എല്ലാരും ഇങ്ങനെ പിടിച്ചേ. ഒരു അനുഗ്രഹം തന്നെ ഇങ്ങനെ. ഇതിങ്ങനെ മടക്കിയോ? ഇതിനിങ്ങനെ പിടിച്ചോ, കഴിഞ്ഞു. ഈ 2 വിരൽ മാത്രം മടക്കിയാൽ മതി. ഇതിനിങ്ങനെ പിടിക്കാം. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്ക്, കറണ്ട് നിങ്ങളടുത്തേക്ക്. അപ്പൊ എങ്ങോട്ടേക്കാണ്? മൂവ്മെന്റ് ഓഫ് ദ കണ്ടക്ടർ. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് കാണിക്കുന്ന വിരൽ ഏതാണ്? ചാലകത്തിന്റെ ചലനദിശ കാണിക്കുന്ന വിരൽ ഏതാണ്? തമ്പ്. അതെങ്ങോട്ടേക്കാ? കണ്ടോ? മാഗ്നറ്റിന്റെ ഉള്ളിലേക്കല്ലേ കാണിക്കുന്നത്, അല്ലടാ? ശരിയല്ലേ? സോ ഇങ്ങോട്ടേക്ക്. അതായത് നമ്മളിവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എവിടേക്കാണെന്നാ ചോദിക്കുന്നത്? ദാ നോക്കൂ, ഇൻവേർഡ് ദ മാഗ്നറ്റ് ആണോ ഔട്ട്വേർഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങോട്ടേക്കാ പോവാ? അപ്പോ ഇൻവേർഡ്, കാന്തത്തിന്റെ ഉള്ളിലേക്ക്. മനസ്സിലായോ? സോ ഇതേപോലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ട് എക്സാമിന് ഉണ്ടായിരിക്കും. സോ അത് വൃത്തിയായിട്ട് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. സോ ഇത് മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് ഫിഗേഴ്സ് ഉണ്ട്. സോളിനോയിഡ്, അതേപോലെ മോട്ടോർ പ്രിൻസിപ്പിള്, പിന്നെ അതേപോലെ തന്നെ രസമുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പ്രോബ്ലംസ് മാത്രം ഇല്ലാത്തുള്ളൂ, പക്ഷെ ഫിഗർ ബേസ്ഡ് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുക എവിടെ നിന്നാണ്? സെക്കൻഡ് ചാപ്റ്റർ ആണ്. സോ ഇതേപോലുള്ള ഫിഗറുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ഞാൻ നാളെ വരുന്നുണ്ട്. എല്ലാവരും വരണം. വരൂല്ലേ? അടിപൊളി പഠിക്കണ്ടേ? നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാടാ. നാളെ കാണാം കേട്ടോ. ബൈ.